ഹായ് ഫ്രണ്ട്സ്, ഇന്നൊരു ചിക്കൻ ബിരിയാണി റെസിപ്പിയാണ്. അതിനായിട്ട് ചിക്കനകത്തോട്ട് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഇഞ്ചിയും വെളുത്തുള്ളിയും കുരുമുളകും ചതച്ചതും ഗരം മസാലപ്പൊടിയും ഉപ്പും ഒക്കെ ചേർത്ത് ഒരു അരമണിക്കൂർ പുരട്ടി വെച്ചിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുത്തു. അതേ എണ്ണയ്ക്കകത്തോട്ട് തന്നെ സവാളയും ഇഞ്ചിയും വെളുത്തുള്ളിയും കുരുമുളകും കൂടെ ചതച്ചതും പച്ചമുളകും ഉപ്പും കൂടി ചേർത്ത് വഴറ്റിയതിന് ശേഷം അതിനകത്തോട്ട് മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും മല്ലിപ്പൊടിയും ഗരം മസാലപ്പൊടിയും കൂടെ ചേർത്ത് തൈരും കൂടി ചേർത്ത് വഴറ്റി നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കനും കൂടി ചേർത്ത് ഒന്ന് വേവാനായിട്ട് വെച്ചു. അപ്പോഴത്തേക്ക് നമുക്ക് റൈസ് വേവിച്ചെടുക്കാം. അതിനായിട്ടൊരു കലത്തിനകത്തോട്ട് വെള്ളം വെച്ച് സ്പൈസസ് ഒക്കെ ഇട്ട് കൊടുത്ത് കുറച്ച് ഉപ്പും എണ്ണയൊക്കെ ഒഴിച്ചിട്ട് നമ്മൾ അരി കഴുകി അതിനകത്തോട്ട് ഇട്ട് കൊടുത്തു. അപ്പോൾ നമ്മൾ ചിക്കനൊക്കെ ഒന്ന് മുക്കാൽ വെന്തപ്പോഴത്തേക്ക് നമ്മൾ അരിയൊക്കെ ഒന്ന് വെന്ത് കിട്ടി. അതും ഒന്ന് മുക്കാൽ വേവായപ്പോൾ നമ്മളിത് രണ്ടും കൂടി ഒരുമിച്ചൊന്ന് ദമ്മ് ചെയ്തെടുത്തു. അതിനകത്തോട്ട് കുറച്ച് മല്ലിയിലയും തക്കാളിയും കൂടി അരിഞ്ഞതും കുറച്ച് നെയ്യും കൂടി ചേർത്ത് അടച്ച് വെച്ച് ഒരു 15 മിനിറ്റ് കഴിഞ്ഞപ്പോഴത്തേക്ക് തുറന്ന് നല്ല അടിപൊളി മണമാണ്. അപ്പോൾ നമ്മളൊരു പാത്രത്തിനകത്തോട്ട് റൈസും ഒരു മുട്ടയും കുറച്ച് സാലഡും അച്ചാറും പപ്പടവും ഒക്കെ ആയിട്ട് കഴിച്ചു. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. അടുത്ത വീഡിയോ കാണുന്നത് വരെ ടാറ്റ ബൈ ബൈ.